ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും മല്ലു ഡാൻസറിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ 80s 90സിലുള്ള ചുണക്കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇത് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടന്റെ ഒരു പഴയ പാട്ടാണ്. ഈ പറയുന്ന 80സിലും 90സിലും ഉള്ള എല്ലാവർക്കും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ നന്നായിട്ട് കണ്ടു പഠിക്കുക. പിന്നെ ഓൺലൈൻ ക്ലാസ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവായി എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു. ഞങ്ങളൊരു ടീമായിട്ട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ആ നമ്പറിൽ അതുകൂടെ മെസ്സേജ് ചെയ്യുക. ഞങ്ങളുടെ ഇവന്റ് എല്ലാവിധ സ്റ്റേജ് ഷോസുകളും അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഈ ഡാൻസ് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, നിങ്ങൾ കാലുകൾ ഇങ്ങനെ വൈഡ് ചെയ്ത് നിൽക്കുക. ഇതിനുശേഷം നിങ്ങളുടെ വലത് കാല് വലത് സൈഡിലേക്ക് ക്രോസ് ചെയ്യുക. അതിനോടൊപ്പം കൈ ഇങ്ങനെ എടുക്കുക. അതായത് 1 കണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇരുന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഇടത് കാല് ഈ ഇടത് സൈഡിലേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. അപ്പൊ കൈ നിവർത്തുക. അതായത് 1 2 കണ്ടോ? ഇനി ഇത് തന്നെ നമ്മൾ ഈ വലത് സൈഡിലേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇടത് കാല് നിങ്ങൾ ഈ വലത് സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുക, ക്രോസ് ചെയ്യുക, ചെറുതായിട്ട് ഇരിക്കുക. ഈ പുറകിലിരിക്കുന്ന വലത് കാല് നിവർത്തുക. അപ്പോൾ കൈയും കൂടെ നിവർത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ കൈ ഇങ്ങനെ മടക്കുക. കണ്ടോ? ആദ്യം ഈ കൈ താഴത്തേക്കാണ് എടുക്കേണ്ടത്, കാരണം നമുക്കിത് മേലേക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ കൈ ഈ എൽബോ ബെൻഡ് ചെയ്ത് ഇടത് കൈ മേലേക്കും ഇങ്ങനെ എടുക്കുക. പെട്ടെന്നായിരിക്കണം. 1 2 എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇത് ഇടത് സൈഡിലേക്കും ചെയ്യുക. 3 4 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ കൈ ഇങ്ങനെ ഒന്ന് കറക്കുക. കണ്ടോ? ഇത് ആദ്യത്തെ തവണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. രണ്ടാമത്തെ തവണ റൊട്ടേറ്റ് ചെയ്ത് ഈ ഇടത് കാല് ഇങ്ങോട്ട് വെക്കുക, ഈ കൈ ഇങ്ങോട്ട് വെക്കുക. അതായത് ശ്രദ്ധിക്കുക, 1 2. ഇനി ഇത് തന്നെ അങ്ങോട്ടേക്കും ചെയ്യുക. അപ്പോ കൈ ഇവിടെ 3, കാല് ഇവിടെ എടുത്ത് വെച്ചു. 4 ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് എടുക്കുക. മനസ്സിലായോ? അതായത് ഇവിടുന്ന് 1 2 കണ്ടോ? ഇതാണ് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ്. അതായത് 1 2 3 4 5 6 7 8. Then 1 2 3 4. ഇത് നിങ്ങൾ നന്നായി സ്പീഡിൽ ചെയ്യുക. ഇതിന് ശേഷമുള്ള സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇവിടുന്ന് കൈകൾ ഇങ്ങനെ ഒന്ന് നിവർത്തുക. ഈ ക്രോസ് ആയിരിക്കുന്ന ഈ ഇടത് കാല് നിങ്ങൾ ഇങ്ങനെ ഈ ഇടത് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുക. ഈ വലത് കാല് അടുപ്പിക്കുക. അപ്പോൾ ക്ലാപ്പ് ചെയ്യുക. ഇത് തന്നെ നേരെ ഈ സൈഡിലേക്ക് എടുക്കുക. വലത് കാല് ഓപ്പൺ ചെയ്തു, കൈ രണ്ടും പൊക്കിയെടുത്തു, ക്ലാപ്പ് ചെയ്യുമ്പോൾ കാലടുപ്പിച്ചു. ദെൻ ഇവിടെ നിന്ന്
ഈ ഇടത് കാല് പുറകിലേക്ക് എടുക്കുക. അപ്പോ കൈ ഇങ്ങനെ എടുത്തിട്ട് വിളിക്കുന്നത് പോലെ. ഇനി ഇവിടെ നിന്ന് ഈ വലത് കാലും പുറകിലേക്ക് എടുക്കുക. ഇത് സെയിം ചെയ്യുക. റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 1 2 3 4 ഇതും കൂടെ ഇതിനോടൊപ്പം ചേർക്കുക. അതായത് ടോട്ടൽ സ്റ്റെപ്പ് വരുന്നത് ഇവിടുന്ന് 1 2 3 4 5 6 7 8 1 2 3 4 ഇങ്ങനെയായിരിക്കും. ഇനി ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇടത് കാല് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക. ഈ കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങോട്ടേക്ക് ചാടുക. കണ്ടോ? അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവുക. ഇങ്ങനെ എടുത്തിട്ട് 1 ഇങ്ങോട്ടേക്ക് ചാടുക, ഈ കാല് താഴെ വെക്കുക. ദെൻ ഈ വലത് കാല് ലിഫ്റ്റ് ചെയ്യുക, കൈ ഇങ്ങനെ എടുക്കുക, ഇങ്ങോട്ടേക്ക് ചാടുക. മനസ്സിലായോ? ഇവിടുന്ന് നമ്മളുടെ ഈ ഇടത് കാല് മുന്നിലേക്ക് എടുക്കുക, കൈ ഇതിന്റെ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യുക. 1 നേരെ ഈ ഇടത് കാല് ബാക്കിലേക്ക് വെക്കുക. കണ്ടോ? 2 അപ്പൊ കൈ ഇവിടെ നിവർത്തുക. ഇത് കഴിഞ്ഞിട്ട് 3 4 ഈ ചെസ്റ്റും ഈ ഷോൾഡറും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒന്ന് കാണിക്കുക. ഇനി ഇതിന് ശേഷമുള്ള സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാല് ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുന്ന സെയിം ടൈം നമ്മൾ കൈ ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യും. അതായത് 1 കണ്ട 2. അപ്പൊ ഈ ഓരോ 1നും 2നും ഈ കാല് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് 1 2 3 4. ഇത് അധികം ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് 1 2 3 4 5 6 7 8. ഇതൊരു 2 ടൈംസ് ആണ് എടുക്കേണ്ടത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ ഇടത് കാല് ഇടത് സൈഡിലേക്ക് വെക്കുക, കൂടെ കൈ ഇങ്ങനെ എടുക്കുക. ഈ കൈപ്പത്തി ഇങ്ങനെ മടക്കി വേണം നിൽക്കാൻ. എന്നിട്ട് ഈ ചൂണ്ട് വിരലുകൊണ്ട് 1 2 3 4. ഈ 4 കഴിഞ്ഞിട്ട് നേരെ വലത് കൈ ഇങ്ങനെ എടുക്കുക. 1 2 3 4. ഇത്രയേ ഉള്ളൂ. അതായത് 1 2 3 4 1 2 3 4. ഇനി ഇവിടുന്ന് ഇതേ ഇടത് കാല് തന്നെയാണ് എടുക്കേണ്ടത്. ഈ കാല് നമ്മൾ ഇങ്ങനെ എടുക്കും. കണ്ട? ജസ്റ്റ് ഇങ്ങനെ പൊക്കുക. അപ്പൊ അതിനോട് കൂടെ കൈ ഇങ്ങനെ എടുക്കുക, നമ്മൾ പെയിന്റ് അടിക്കുന്ന പോലെ. അതായത് 1. അപ്പൊ ഈ കാലിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഈ കാലിലൊരു ചാട്ടം ചാടണം. നേരെ ഈ കാല് താഴത്തേക്ക് വെക്കുക. 2 കണ്ടോ? ഈ കാല് പിന്നെയും താഴത്തേക്ക് വെക്കുക. 3 താഴത്തേക്ക് വെക്കുക. 4. മനസ്സിലായോ? അതായത് കാലുകൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. 1 2 3 4. അതിനോടൊപ്പം കൈ എടുത്ത് ചെയ്യുമ്പോൾ 1 കുറച്ച് അപ്പർ ബോഡിയൊക്കെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ചുരുക്കി പിടിക്കുക. 1 2 3 4. ഇതിന് ശേഷം ഈ കാലിങ്ങനെ താഴത്തേക്ക് വെക്കുക. എന്നിട്ട് ഈ കൈ 1 ഇങ്ങനെ ഈ സൈഡിലേക്ക് എടുക്കുക. 2 ഈ സൈഡിലേക്ക് എടുക്കുക. 3 ക്രോസ് ചെയ്യുക. അതായത് ഇങ്ങനെ നിൽക്കുന്ന നമ്മള് 3 ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുക. ഇപ്പൊ ആ ലിറിക്സിന്റെ പോർഷൻ തീരും. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അവിടെ ഓരോ ബീറ്റുകൾ ഉണ്ട്, അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇതിനുശേഷം പിന്നെയും ഈ ആദ്യത്തെ ലിറിക്സ് ആയ രാവിൽ പൂന്തേന്തേടും റിപ്പീറ്റ് ആണ് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെയ്തിരുന്ന അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ ഡാൻസ് ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. ഇനി ഇതിന് ശേഷം വരുന്നത് കുറച്ച് മ്യൂസിക്സ് ആണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലിറിക്സിന് നമ്മൾ സ്റ്റെപ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാലടുപ്പിച്ച് നിൽക്കുക. ഇവിടുന്ന് നമ്മളുടെ ഇടത് കാല് തന്നെയാണ് ആദ്യം എടുക്കേണ്ടത്. ഇടത് കാല് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുക്കുക. അപ്പൊ അതിന്റെ കൂടെ കൈ ഇങ്ങനെ എടുക്കുക. ഇടത് കൈ മേലേക്കും ഈ കൈ ഇങ്ങോട്ടേക്കുമാണ്. അതിന്റെ കൂടെ ജസ്റ്റ് നമ്മുടെ അപ്പർ ബോഡി ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. 1 കണ്ടോ? ഇങ്ങനെയായിരിക്കും വരിക. 2 കാല് ക്ലോസ് ചെയ്യുക, കൈ താഴത്തേക്ക് എടുക്കുക. 3 പിന്നെയും ഈ സൈഡിലേക്ക് തന്നെ ചെയ്യുക. 4 അതായത് ഒരു 2 ടൈംസ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇത് മൂവ് ചെയ്യും. അതായത് 1 2 3 4. ഇത് തന്നെ നമ്മൾ ഈ വലത് സൈഡിലേക്കും ചെയ്യണം. വലത് കാലം എടുക്കുക, കൈ ഇങ്ങനെ എടുക്കുക, ബോഡി ബെൻഡ് ചെയ്യുക.
ദെൻ ക്ലോസ് ചെയ്യുക. ഇത് തന്നെ എടുക്കുക ഇങ്ങോട്ടേക്ക്. 2 times ആണ് വരിക. അതായത് 1 2 3 4. ഈ 4 നിങ്ങൾ ഇവിടെ കൈ കൊണ്ടുവരാതെ തലയിൽ കൈ വെക്കുക. ഇതിനുശേഷം ഈ ഇടതുകാല് തന്നെ 1 2 3 4 കണ്ട ഇങ്ങനെ മടക്കുക. അപ്പൊ കാല് ഇങ്ങനെ മടക്കി പിടിക്കുക. ഈ തലയിൽ വെച്ചിരിക്കുന്ന വലത് കൈ ഈ മുട്ടിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതായത് 1 2 3 4. അപ്പൊ ടോട്ടൽ സ്റ്റെപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4. ഈ സ്റ്റെപ്പ് 2 times റിപ്പീറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ഇനി ഇതിന് ശേഷം ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് നമ്മളൊന്ന് ഫ്രണ്ടിലേക്ക് പോവാണ്. അതായത് നമ്മളിങ്ങനെ സ്നാപ്പ് ചെയ്യുക കൈയിന്റെ. എന്നിട്ട് ഇത് വലത് കാല് ഫ്രണ്ടിലേക്ക് വെക്കുക. 1 ഇടതുകാല് 2 വലതുകാല് 3 4 കണ്ടോ? ഒരു 4 steps മുന്നിലേക്ക് വരും. 1 2 3 4. ഇവിടെ നിന്ന് കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് താഴത്തേക്ക് എടുക്കുക. അതായത് 1 2 3 4. അപ്പോൾ നമ്മൾ പുറകിലേക്ക് ഇറങ്ങും. കാല് ജസ്റ്റ് ഇങ്ങനെ പുറകിലേക്ക് എടുത്താൽ മതി. കൂടെ കൈയും കൂടി എടുത്ത് ചെയ്യുമ്പോൾ 1 2 3 4. പിന്നെയും ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. 1 2 3 4 1 2 3 4. ഇങ്ങനെ ആയിരിക്കും വരിക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് കൈ ഇങ്ങനെ നിവർത്തിയെടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ കാല് ഓപ്പൺ ചെയ്യുക. അതായത് 1 2 3 4 5 6 7 8. ഇങ്ങനെ വന്നു. ഇവിടെ നിന്ന് ഈ ഇടത് കൈ ഇങ്ങനെ വലത് കൈ ഇങ്ങനെ എടുക്കുക. അതായത് ഇടത് കൈ എടുക്കുമ്പോൾ ഇടത് കാല് ഓപ്പൺ ചെയ്യണം. 1 2 കണ്ട 2 പ്രാവശ്യമായിട്ടാണ്. ആദ്യം എൽബോ പിന്നെ ഓപ്പൺ ചെയ്യുക. ഇവിടെയും 1 2. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുലുങ്ങി ചെയ്താൽ നന്നായിരിക്കും. 4 തവണയാണ് ചെയ്യേണ്ടത്. 1 2 3 4 5 6 7 8. ഇതും 2 times റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇനി അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാല് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുക്കുക. ഇതിങ്ങനെ തിരിക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചാടിയാലും മതി. അതിന്റെ കൂടെ കൈ 1 2 കണ്ട ഇങ്ങനെ എടുക്കുക. നിവർന്ന് താഴത്തേക്ക് ഇരിക്കുക. പിന്നെ നിൽക്കുക, ഇരിക്കുക. എന്നിട്ട് ഇവിടുന്ന് വലത് കാലെടുത്ത് തിരിയുക. കൂടെ ഇടത് കാലും കൂടെ എടുത്ത് നേരെയാവുക. മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടുന്ന് വലത് കാലെടുത്ത് തിരിഞ്ഞ് ഇടത് കാലും കൂടി എടുത്ത് തിരിഞ്ഞ്. ഇത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. 1 2 3 4 കണ്ടോ? നേരത്തെ എടുത്ത പോലെ തന്നെയാണ് കാലെടുക്കേണ്ടത്. 1 2 3 4. ഇടത് കാലെടുക്കുക. ഇപ്രാവശ്യം തിരിയുക. വലത് കാലെടുത്ത് നേരെയാവുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇടത് കാലെടുത്ത് തിരിഞ്ഞു, വലത് കാല് വെച്ച് നേരെയായി. ഇനി ഇവിടുന്ന് ജസ്റ്റ് ഫ്രണ്ടിലേക്കൊന്ന് ഇങ്ങനെ വരിക. അപ്പൊ അതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. രാവിലെ പൂന്തേൻ തേടും. അത് റിപ്പീറ്റ് ചെയ്ത് എവിടെ വരെയാണോ പഠിച്ചത് അവിടെ വരെ ചെയ്യാം. എത്ര പെട്ടെന്നാണല്ലേ നിങ്ങളൊരു ലാലേട്ടന്റെ ഡാൻസ് പഠിച്ചത്. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഡാൻസ് ആണ്. ഈ ഡാൻസ് നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും മല്ലു ഡാൻസർ ബൈ.